രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് ചേമ്പ് പുഴുങ്ങിയതും അതിൻ്റെ കൂട്ടത്തിൽ ചീനി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നല്ല നല്ല കാന്താരി ചമ്മന്തി ഉടച്ച് അങ്ങോട്ട് കഴിച്ചു. എനിക്ക് ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചക്ക കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് കുഞ്ഞമ്മയോട് പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞമ്മ അവിടെ ഉള്ള ഒരു വീടിനടുത്തുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ട് തന്നതാണ്. പിന്നെ കരിഞ്ചേള മത്തിയും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അത് തോരനും വെച്ച് മോരുകറിയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ച്. സത്യം നമ്മൾ ഈ ചക്ക വേവിച്ചിട്ടേ ഈ മീനൊന്നും ഇല്ലേ പോലും ഇതിന് നടുഭാഗം ഇങ്ങോട്ട് കുഴിച്ചിട്ട് അതിൽ ആ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിങ്ങോട്ട് കഴിക്കണം. എന്നാ ടേസ്റ്റാണ്. ചമ്മന്തി ആയാലും മതി. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് കുറച്ച് മീനെടുത്ത് തോരൻ വെച്ച് അത് കൂട്ടി കഴിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ചക്ക. നമുക്കറിയാമല്ലോ ഹൈ ആയിട്ട് ഫൈബറുണ്ട്. എല്ലാവർക്കും കഴിക്കാം, എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ചെക്കപ്പിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി അതിൻ്റെ റിസൾട്ടൊക്കെ മേടിക്കണമായിരുന്നു. റിസൾട്ട് മേടിച്ചിട്ട് ഡോക്ടറെ കാണണമായിരുന്നു. അതിന് വേണ്ടി പോയതാണ്. പിന്നെ വരുന്നതിന് മുമ്പ് അന്ന് തന്നെ ആ പാടം അപ്പം തന്നെ ഞങ്ങൾ റെഡിയാക്കി വെയിലത്ത് വെച്ചിട്ടാണ് പോയത്. രാത്രിയിൽ അതും വറുത്തു. അപ്പം അതിന് നമുക്ക് ചോറൊന്നും ആവശ്യമില്ലല്ലോ. ആ വറക്കിക്കൊണ്ട് നടന്ന് തിന്നാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പോലും ചവണി ഒഴിച്ച് അതുപോലും കളയാത്തവരുണ്ടെന്ന് പറയുന്നത്. ഞാൻ ചവണി ഒഴിച്ച് ബാക്കി എല്ലാം ഞങ്ങൾ യൂസ് ചെയ്തു. ഒരു ശകലം പോലും ഞാൻ കളയത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് പറ്റുന്നതിൻ്റെ ബാലൻസ് എല്ലാ വീട്ടിലുള്ളവർക്കും കൊടുക്കുകയും ചെയ്തു. രാത്രിയിലും വീണ്ടും അപ്പോൾ പകലെനിക്ക് അത്രയും അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. രാത്രി ചമ്മന്തിയും തൈരും മീൻതോരനും ചക്കയൊക്കെ കൂട്ടിയിട്ട് വീണ്ടും ആസ്വദിച്ച് സമയമെടുത്ത് ഞാൻ കഴിച്ചു. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. ഈ പുറത്തു നിന്നുള്ള ഫുഡിനെക്കാട്ടിലും എല്ലാ ഫുഡിനെക്കാട്ടിലും ചീനി വേവിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടമാണ് ചക്ക കേട്ടോ. അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനിയും കാണാം. ഓക്കേ, ബൈ ബൈ.